ഇന്ന് ഞാൻ നല്ലൊരു ഞണ്ട് വരട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല നാടൻ രീതിയിലുള്ള ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ആദ്യം അതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 10-20 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് 4 സവോളയാണ്. 4 സവോള കനം കുറച്ചരിഞ്ഞതാണ്. 1 കിലോ ഞണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 4 സവോള ആണ് വേണ്ടത്. സവോളയിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. സവോള നന്നായി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ഉള്ളി. അപ്പോൾ ഉള്ളി നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ. 2 വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഇനി പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്നിങ്ങനെ ആ മസാലേൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞണ്ട് ചേർക്കുകയാണ്. ഞണ്ട് ചേർത്തിട്ട് ആ മസാലയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല. ഫസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്, ഇപ്പോൾ ചേർക്കണില്ല. കുരുമുളക് പൊടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട്
ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം.